ആ കാറ് ഞാനൊരു 4 വർഷം ഓടിച്ചു കഴിഞ്ഞ് കാറ് വിൽക്കേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ കാരണം ഇനിയും കൂടുതൽ എൻ്റെ കയ്യിലിരുന്ന് കഴിഞ്ഞാൽ എനിക്ക് അപ്പോഴത്തേക്കും അടുത്ത മോഡലുകളും ഇറങ്ങി തുടങ്ങി. ഇത് റീസെയിൽ ചെയ്യുന്ന അല്ലെങ്കിൽ സെൽ ഓഫ് ചെയ്യുന്നത് തന്നെയാണ് നല്ലതെന്ന് കുറേ പേര് അഡ്വൈസ് ചെയ്തു. അപ്പം ഞാനും വിചാരിച്ചു അതും എൻ്റെ ആദ്യമായിട്ടുള്ള ഒരു ഇൻസ്റ്റൻസ് ആയിരുന്നുകൊണ്ട് ഓക്കെ വിറ്റിട്ട് അടുത്ത വണ്ടി ഓബ്വിയസ്ലി വിറ്റിട്ട് അടുത്ത വണ്ടി മേടിക്കാമെന്നായിരുന്നു അന്നത്തെ എൻ്റെ തോട്ടം. അപ്പൊ ആ വണ്ടി കച്ചവടമാക്കി തിരിച്ചപ്പോൾ പിറ്റേ ദിവസം വണ്ടി കൊടുക്കണം. കച്ചവടമാക്കി വന്നന്ന് എനിക്ക് കാറ് പാർക്ക് ചെയ്തിട്ട് കഴിഞ്ഞിട്ട് എനിക്ക് വീട്ടിലിരുന്നിട്ട് എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. ഞാൻ തിരിച്ച് കാറിൽ പോയിരുന്നു. രാത്രി കുറേ നേരം കാറിലിരുന്ന് കണ്ണ് നിറയെ വരെ ചെയ്തു, കുറച്ചു നേരം കരയുക. കാരണം കാറ് അപ്പോഴാണ് എനിക്ക് കാറിനോട് ഇത്രമാത്രം ഒരു ഇമോഷൻ വരും എന്ന് ഞാനും തിരിച്ചറിഞ്ഞത് അപ്പോഴാണ്. കാരണം നമ്മളുടെ ഒരു ദിവസത്തിന് തന്നെ ഒത്തിരി സമയം ചെലവഴിക്കുന്ന ഒരു മെഷീൻ എന്ന് വേണമെങ്കിൽ പറയാം ആണ് കാറ്. നമ്മളുടെ കൂടെ എല്ലാ സ്ഥലത്തും യാത്രയ്ക്കും കൂടെ വരുന്നു. നമ്മൾ ഒത്തിരി മെമ്മറീസ് ഷെയർ ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ കാറ്. അപ്പോൾ അത് ഒത്തിരി വിഷമിച്ചാണ് പിറ്റേ ദിവസം ഞാൻ ആ കാറ് കൊടുത്തത്. അപ്പൊ കൊടുത്തു കഴിഞ്ഞോടുകൂടി എനിക്ക് മനസ്സിലായി ഇതെന്ന് പറഞ്ഞ ശരിക്കും എനിക്കൊരു ഇമോഷൻ തന്നെ ആയിരുന്നു എന്നുള്ള മനസ്സിലായി. അതിനുശേഷം എന്നെ ഒരു കാർ ഞാൻ കൊടുത്തിട്ടില്ല.